മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഇവരുമായിട്ട് ചർച്ച നടത്തണമെന്നൊരു ആവശ്യമാണ് ഇന്ന് ഇവിടെ BJP നേതാക്കന്മാർ ഉന്നയിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ആവശ്യമാണ് ഇനി ഉള്ളത്, അതായത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട്. അല്ല, മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന് നടക്കാൻ വയ്യ, ലിഫ്റ്റ് വേണം, പൈസ ഗവൺമെന്റിന്റെ അല്ലേ. അദ്ദേഹത്തിന്റെ വീട്ടംഗങ്ങൾക്ക് കുളിക്കാൻ കുളം നവീകരിക്കണം, പൈസ ആരുടെയാണ്? നമ്മുടെ പൈസയല്ലേ, നമ്മൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ വീടിനകത്തുള്ള കുഞ്ഞുങ്ങൾക്ക് പാല് കുടിക്കാൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗോശാല വേണം, ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ലക്ഷങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടല്ലോ. പണ്ട് ഒരു തോർത്തുമുണ്ടിന് 3000 രൂപ കണക്കെഴുതിയ പാർട്ടികളാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ. തോർത്തുമുണ്ട് വാങ്ങിയതിന് ആരോഗ്യ വകുപ്പിൽ, അതായത് അസുഖബാധിതനായിട്ടല്ല, സുഖചികിത്സയ്ക്ക് പോയ തോമസ് ഐസക്കിന്റെ തോർത്തുമുണ്ടിന് 3000 രൂപയും ശൈലജ ടീച്ചറുടെ പഴംപൊരിക്ക് 2500 രൂപയും കണക്കെഴുതിയെടുത്ത കേരളത്തിലാണ് നമ്മൾ ഈ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം തന്റെ കുടുംബാംഗങ്ങൾക്ക് സുഖസൗകര്യങ്ങളോടുകൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, തന്റെ നോക്കുകുത്തികൾ മാത്രമായിട്ടുള്ള PSC മെമ്പർമാർക്ക് പിൻവാതിൽ നിയമനം നടത്താൻ, അഴിമതി നടത്താൻ പിണറായി വിജയന് കൂട്ടുനിൽക്കുന്ന ആ PSC ചെയർമാനും മെമ്പർമാർക്കും ഗവർണറേക്കാൾ ശമ്പളം കൊടുക്കാൻ തീരുമാനമെടുത്തിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന് ആശാ വർക്കർമാർക്ക് ശമ്പളം കൊടുക്കാൻ എന്താ മടി? എന്താ സാധിക്കാത്തത്? അതിന് സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ടെങ്കിൽ എന്തിനാണെന്ന് ഈ വയസ്സുകാലത്ത് ഈ മുഖ്യമന്ത്രി പദവിയിൽ ചടഞ്ഞുകൂടിയിരിക്കുന്നത്? കാര്യഗൗരവമുള്ള, പ്രവൃത്തി ചെയ്യാൻ അറിയാവുന്ന, സാധാരണക്കാരോട് കൂറുള്ള, പാർശ്വവൽക്കരിക്കപ്പെട്ടവനെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം എന്ന ആഗ്രഹമുള്ള ആളുകൾ ആരെങ്കിലുമൊക്കെ ഈ പരിപാടിക്ക് നിൽക്കട്ടെ. അതല്ലേ വേണ്ടത്. ഈ കസേരയിൽ അങ്ങനെ കടിച്ചു തൂങ്ങിക്കിടക്കുകയും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും 3 ലക്ഷം കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് നിതിൻ ഗഡ്കരിയും പീയൂഷ് ഗോയലും കേരളത്തിൽ വന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ചോദിക്കുന്നതും ചോദിക്കാത്തതും മുഴുവൻ വാരിക്കോരി കൊടുക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തുണ്ടായിട്ട് ഇവരുടെ അടിസ്ഥാന ആവശ്യങ്ങളുടെ മുന്നിൽ മുഖം തിരിഞ്ഞു നിൽക്കേണ്ട കാര്യം എന്താണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക്? അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി തന്നെ വരണമെന്നുള്ളത്. മുഖ്യമന്ത്രി വന്നാൽ എന്താ? മുഖ്യമന്ത്രിക്ക് എന്താ കൊമ്പുണ്ടോ? ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് പാവപ്പെട്ട ജനങ്ങൾക്കിടയിലേക്ക് അവരുടെ പരാതി വാങ്ങാൻ വേണ്ടി നടന്നു വന്ന് പരാതി വാങ്ങി അവരുടെ പുറത്തു തട്ടി അവരെ ആശ്വസിപ്പിച്ച് അവരുമായിട്ട് ചർച്ച നടത്തുന്നുവെങ്കിൽ തമിഴ്നാട്ടിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ അല്ലെങ്കിലും ഏതാണ്ട് അതിനോട് താതാത്മ്യം പ്രാപിച്ചിട്ടുള്ള DMK-കാരൻ സ്റ്റാലിന് ആളുകളെ കാണാൻ മടിയില്ലെങ്കിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ ജനങ്ങളുടെ അരികിൽ ചെന്നുകൊണ്ട് അവരുടെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ സൗധത്തിനകത്ത് മാത്രം ഇരിക്കാനായിട്ട് നമുക്ക് എന്തിനാണ് ഒരു മുഖ്യമന്ത്രി? ആ മുഖ്യമന്ത്രി പ്രവർത്തിക്കണ്ടേ? ഇറങ്ങി താഴേക്ക് പോകണ്ടേ? അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് മുഖ്യമന്ത്രി ഈ സെക്രട്ടേറിയറ്റിന്റെ മൂക്കിന് താഴെ ഈ സ്ത്രീകൾ ഇത്രയും പേർ ഇരുന്നിട്ട് അവരെ അപഹസിച്ചിട്ട് അവരെ ആക്ഷേപിച്ചിട്ട് ഇത് തെറ്റായി പോയി എന്നൊരു വാക്ക് പോലും പറയാത്ത കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി അപമാനമല്ലേ ഈ കേരളത്തിന്? അതുകൊണ്ടാണ് നയം തിരുത്തണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അതുപോലെ തന്നെ മന്ത്രി വീണ ജോർജിന്റെ ഈ വിഷയത്തിലുള്ള തുടക്കം മുതലും ഇതുവരെയുള്ള ഒരു നിലപാട്, അതിനോട് എന്താണ് പ്രതികരിക്കുന്നത്? അല്ല, ഒന്നും പറയാനില്ല. വീണ ജോർജ് ഇവിടെ കേരളത്തിൽ ആരോഗ്യ വകുപ്പ് മന്ത്രിയായത് കേരളത്തിലെ ജനങ്ങളുടെ മഹാഗതികേട്, അത് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. കാരണം കാലിനടിയിൽ ഇന്ന് വരെ മണ്ണ് പറ്റിയിട്ടില്ല, 10 പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുത്തിട്ടില്ല, സാധാരണക്കാരന്റെ വികാരങ്ങളും വിചാരങ്ങളും അറിയില്ല. അതായത് ശീതീകരണ മുറിയിൽ ഇരുന്നു കൊണ്ട് മാധ്യമപ്രവർത്തനം നടത്തി. മാധ്യമപ്രവർത്തനം നല്ലതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മാധ്യമപ്രവർത്തനം നടത്തിയ ഒരു വ്യക്തി രാഷ്ട്രീയ നേതാവാകുമ്പോൾ കൂടുതൽ കരുത്താർജിക്കേണ്ടതാണ്. എന്നാൽ ഇത്രയും മോശമായിട്ടുള്ള, ഇത്രയും നെഗറ്റീവായിട്ടുള്ള, ഇത്രയും ആരോഗ്യ മേഖലയെ കുത്തഴിഞ്ഞിട്ടുള്ള ആരോഗ്യ മേഖലയെ തൻ്റെ ചെയ്തികൾ കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രി കേരളത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കേരളം ഇത്രയും വലിയ ഗതികേട് അഭിമുഖീകരിക്കുന്നത്. ഇന്ന് BJP ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഇനി എന്താണ് ഇവരുമായിട്ട് ഈ വിഷയത്തിൽ മുന്നോട്ടുള്ള പ്ലാൻ? എന്ത്? അല്ല, ഞങ്ങൾ ഇന്ന് മാത്രമല്ല, ഞങ്ങൾ കഴിഞ്ഞ എത്രയോ ദിവസമായി ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്, ഇവർക്ക് ധൈര്യം പകർന്നുകൊണ്ട്, ഇവർക്ക് സ്നേഹം പകർന്നുകൊണ്ട് ഞങ്ങൾ ഇവർക്ക് കാവലാളന്മാരായിട്ട് ഇവിടെ തന്നെയുണ്ട്. ഇപ്പം ഞങ്ങളുടെ അമ്മമാരുടെ നേതൃത്വത്തിലാണ് ഒരു സമരം ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. കാരണം എന്താണ്? ഇവരുടെ ടെൻറ്റുകൾ അയച്ചു കൊണ്ടുപോയി ഇവർ മഴ നനഞ്ഞുകൊണ്ട് സമരം നടത്തേണ്ട സാഹചര്യമുണ്ടായി. ഇവർക്ക് ആരുമില്ലാത്ത ഒരവസ്ഥയാണ് എന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവർക്ക് പകരം മറ്റ് ജോലിക്കാരെ വെക്കാൻ വേണ്ടി റിക്രൂട്ട്മെന്റ് ചെയ്യുമെന്ന് ഭീഷണി മുഴക്കി. ഇതൊക്കെ കാണുമ്പോൾ രാജ്യ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന ഈ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി കേന്ദ്രം പണം കൊടുക്കുമ്പോൾ പണം കൊടുത്തുകൊണ്ടിരിക്കുന്ന, രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് ഇവരുമായിട്ട് ചേർന്ന് നിൽക്കാനും ഇവരുടെ ആശയ പോരാട്ടങ്ങൾക്ക് വേണ്ടി, അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി കൈകൊടുക്കാനും ബാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ എത്രയോ ദിവസമായിട്ട് ഇവരോടൊപ്പം നിൽക്കുകയാണ്.